അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ 4 സെൻറ്റിമീറ്റർ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ചൊരണ്ടിയ ഭാഗം നമ്മളിങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കും. ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. സോ നമ്മളിപ്പോൾ ഡയറക്റ്റ്ലി ഫോൾഡ് ചെയ്യാൻ നോക്കിയാൽ ഫോം ബോർഡാണ്, നല്ല കട്ടിയുള്ള ബോർഡായതുകൊണ്ട് അത് ഫോൾഡ് ആവില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കളയുക, ചുരണ്ടിയിട്ട് ഇങ്ങനെ കളയുക. ഓവറായിട്ട് നമ്മളെ ഫോം ബോർഡ് കംപ്ലീറ്റ് പൊട്ടുന്ന രീതിയിൽ ചെയ്യരുത്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാം ടോട്ടലി ആ ഒരു 21 സെൻറ്റിമീറ്ററോളം നമ്മളിത് ആക്കിയതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്കിങ്ങനെ ഫോൾഡായിട്ട് വരുന്നുണ്ട്. ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഈസിയാവും. ഇനി നമ്മൾ ഇത് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് നമ്മളിത് ഇനി ഒട്ടിച്ചു കൊടുക്കണം. ഇത് ഇനി ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ബാക്ക് സൈഡിൽ ഒരു സൈഡ് എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അതിൽ ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് തിക്കിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഫോം ബോർഡ് കറക്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കൈമാവാണ്ട് ശ്രദ്ധിക്കണം, കാരണം കൈമായാൽ ഒട്ടിപ്പിടിച്ചാൽ നമുക്ക് കൈമേൽ വിടുത്താൻ പറ്റില്ല. അപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോക്സ് ഇവിടെ മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ പാറ്റേൺ പേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പാറ്റേൺ പേപ്പർ ഇങ്ങനെയാണ് നമ്മുടെ ബോക്സിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെച്ച് കൊടുത്ത് നോക്കുകയാണ്. ഫ്രെയിമും 2 ഫ്രെയിംസും ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് സൈസിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ പാറ്റേൺ പേപ്പറൊക്കെ വെച്ച് അത് കവർ ചെയ്ത് കൊടുക്കണം. പാറ്റേൺ പേപ്പർ ഞാനൊരു ന്യൂസ് പേപ്പർ പ്രിൻ്റ് പോലത്തെ ഒരു പാറ്റേൺ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മെഷർമെൻറ്റും ഇതുപോലെ ബോക്സ് വെച്ചിട്ട് മെഷർമെൻറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. 30 സെൻറ്റിമീറ്റർ വിഡ്ത്തും 21 സെൻറ്റിമീറ്റർ ലെങ്ത്തുമാണ് നമ്മൾ എടുക്കുന്നത്. നേരത്തെ നമ്മൾ എടുത്ത സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് 4 സൈഡ്സിലും നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് ഇത് സെറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയും കാണിക്കുന്നുണ്ട്. ഈ ബോക്സിൽ ആ ഫ്രെയിംസ് സെറ്റ് ചെയ്യുന്ന മെത്തേഡും കൂടിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒട്ടിച്ചതിന് ശേഷം മാത്രം എക്സസ് ഉള്ളതൊക്കെ കട്ട് ചെയ്യുക. കാരണം ചിലപ്പോൾ നമ്മൾ ഇത്ര എക്സസ് ഉണ്ടല്ലോ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയും ഭാഗം ഒട്ടിക്കാൻ പറ്റില്ല, അവിടെ ഇങ്ങനെ പ്ലെയിൻ ആയി കിടക്കും. അതുകൊണ്ടാണ്. പിന്നെ 4 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ എടുത്ത് 21 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 4 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ 30 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 4 പീസസ് നേരത്തെ നമ്മൾ ഫോം ബോർഡ് കട്ട് ചെയ്തതുപോലെ തന്നെ സെയിം 4 പീസസ് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു പീസ് 2 പീസ് 4 സെൻറ്റിമീറ്ററും 21 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും ഒന്ന് 4 സെൻറ്റിമീറ്റർ വിഡ്ത്തും 13 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഫോം ബോർഡുമ്മേ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോക്സുമ്മേ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫ്ലെക്സ് ക്യൂക്ക് തന്നെ യൂസ് ചെയ്യുന്നത്. മറ്റുള്ളതൊക്കെ യൂസ് ചെയ്താൽ ഒട്ടി നിൽക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അത് വിട്ട് വരും. അതുകൊണ്ട് ഫ്ലെക്സ് ക്യൂക്ക് തന്നെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോം ബോർഡുമ്മേ ഇതെല്ലാതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റേ സൈഡ്സും എല്ലാതും 4 സൈഡ്സും ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ റിബൺ വെച്ച് നിങ്ങൾക്ക് റിബൺ കെട്ടുന്ന ഒരു പോർഷന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാറ്റേൺ പേപ്പർ ഒട്ടിക്കുന്നതിൻ്റെ മുന്നേ ഉള്ളിലായിട്ട് റിബൺ കൊടുക്കുക. പിന്നെ താഴ്ഭാഗത്തും റിബൺ കൊടുക്കുക. അത് ഞാൻ ലാസ്റ്റിൽ ഒട്ടിച്ചിട്ട് അങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും.
അപ്പോൾ 4 സൈഡ്സിലും നമ്മൾ കംപ്ലീറ്റ് പാറ്റേൺ പേപ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബോക്സ് മേക്കിങ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ബോക്സ്. ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരു 360 അല്ലെങ്കിൽ ഒരു 400 റേഞ്ചിലൊക്കെ റേറ്റ് വരുന്ന ഒരു സാധനം നമുക്ക് വെറും 200 രൂപേൻ്റെ ചിലവിൽ നമുക്കിത് ചെയ്യാം. 200 രൂപ പറയുമ്പോൾ ഫോം ബോർഡിന് 120 രൂപയും 4 പീസസിന് 120 രൂപയും പിന്നെ പാറ്റേൺ പേപ്പർ ഒന്നിന് 15 രൂപയുമാണ് വരുന്നത്. നമുക്ക് സുഖമായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി അതിൽ വെക്കാനുള്ള ഐറ്റംസ് വെച്ചിട്ട് ഒരു തെർമോക്കോൾ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഡയറക്റ്റ്ലി അതിൽ ഫിക്സ് ചെയ്തിട്ട് ഫ്ലവർ വെക്കുമ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യാൻ കഴിയില്ല. കാരണം ക്ലോസ് ചെയ്യാൻ കഴിയാത്തത് ഫ്ലവർ പൊന്തി നിൽക്കുന്നത് കൊണ്ട് നമുക്കത് ക്ലോസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഫ്ലവറിൻ്റെ ഏരിയ കട്ട് ചെയ്തിട്ട് അത് ഒന്നും കൂടിയും ചെറിയ കട്ടിയുള്ള തിന്നായിട്ടുള്ള തെർമോക്കോൾ വെച്ചിട്ട് ഫ്ലവറിൻ്റെ ആ ഭാഗത്ത് ആ തെർമോക്കോൾ വെച്ചിട്ട് ആ പോർഷനിൽ വെച്ചിട്ട് നമ്മൾ ഫ്ലവർ സെറ്റ് ചെയ്താൽ കറക്റ്റ് ഹൈറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോക്സ് മേക്കിങ്. ഇനി റിബൺ ഒട്ടിച്ചതിന് ശേഷമുള്ളൊരു ലുക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മുടെ മേൽഭാഗത്ത് ടോപ്പിൻ്റെ ഭാഗത്ത് ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കുക. ദെൻ നമ്മളെ താഴ്ഭാഗത്ത് ഈ ഒരു സൈഡിൽ താഴെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഔട്ട്പുട്ട് വരുന്നത് നമ്മുടെ ബോക്സിൻ്റെ. അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.